കൂട്ടത്തല്ല് വിവാദത്തിന് പിന്നാലെ തൃശൂർ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, UDF ചെയർമാൻ MP വിൻസെന്റ് എന്നിവർ രാജിവെച്ചു. കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്നാണ് രാജി. ജില്ലാ ഭാരവാഹി യോഗം വിളിച്ചു ചേർത്തായിരുന്നു പ്രഖ്യാപനം. രാജിക്ക് പിന്നാലെ ഓഫീസിൽ K മുരളീധരൻ പക്ഷക്കാരും ജോസ് വള്ളൂർ അനുകൂലികളും തമ്മിൽ കയ്യാങ്കളിയുണ്ടായി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെ അനുകൂലികൾ രാവിലെ തന്നെ ഓഫീസിലെത്തിയിരുന്നു. അനുകൂലികൾക്ക് മുമ്പിൽ രാജി പ്രഖ്യാപിക്കാനായിരുന്നു ജോസിന്റെ തീരുമാനം. DCCയിലെത്തിയ ജോസ് അനുകൂലികൾ മറ്റു പാർട്ടി പ്രവർത്തകരെയും മാധ്യമ പ്രവർത്തകരെയും കയ്യേറ്റം ചെയ്തു. നിങ്ങളിതിനെ തള്ളുന്നേ, ഞങ്ങൾ തള്ളേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ പോവല്ലേ അങ്ങോട്ട്, നിങ്ങൾ എന്തിനാ തള്ളുന്നത്? അതിനിവിടെ ഏത് ഗ്രൂപ്പാന്ന് വരെ ഞങ്ങൾക്ക് അറിയില്ല. ഇവിടെ വന്നപ്പോൾ ജൈവിളിനും മൊത്തം ജൈവിളി. അപ്പൊ എന്തിനാ ഈ വക പണിക്ക് പോണ്? കോൺഗ്രസ് ആണ് ഇനി രക്ഷപ്പെടേണ്ടത് എന്ന് ചോദിച്ചോളൂ ഞാൻ. അപ്പോഴേക്കും ചില ആൾക്കാരും ഇവിടെ ഉന്തും തള്ളാനും വരാം. തുടർന്ന് മുദ്രാവാക്യ വിളികളോടെ അണികൾ ജോസിനെ സ്വീകരിച്ചു. ആദ്യം അനുകൂലികൾക്ക് മുമ്പിലും പിന്നീട് ഭാരവാഹികൾക്ക് മുമ്പിലും രാജിപ്രഖ്യാപനം. ഇതിനിടെ അടുത്ത രാജിപ്രഖ്യാപനത്തിനായി UDF ചെയർമാൻ MP വിൻസെന്റ് എത്തി. പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള നേതാക്കൾ എന്ന നിലയ്ക്ക് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ എല്ലാവരുമായി ആലോചിച്ച് ഒരു തീരുമാനം ഇപ്പം തന്നെ പ്രഖ്യാപിക്കും. അപ്പോൾ രാജി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലാണ് എനിക്ക് ആദ്യം അറിയിക്കേണ്ടത്. കേന്ദ്ര നേതൃത്വം ഇരുവരോടും രാജിവെക്കാൻ അന്തിമ താക്കീത് നൽകിയ ശേഷമായിരുന്നു ഇന്നത്തെ രാജിപ്രഖ്യാപനം. പാലക്കാട് MP ശ്രീകണ്ഠൻ DCC അധ്യക്ഷ സ്ഥാനം അടുത്ത ദിവസം ഏറ്റെടുക്കാൻ എത്തുമെന്നാണ് സൂചന. റിപ്പോർട്ടർ, തൃശൂർ.